നമ്മുടെ മനസ്സിനെ തകർക്കാൻ ഒരിക്കലും ഒരു ശത്രുവിനും കഴിയില്ല. നമ്മൾ ജീവനതുല്യം സ്നേഹിച്ചവർക്കേ അതിന് കഴിയൂ. തോറ്റിട്ടും ഒറ്റപ്പെട്ടിട്ടും നഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ മാറി നിൽക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വെറും കോമാളിയായി മാറും. നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എത്രയാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രമേ നിങ്ങൾ ഈ ലോകത്തിലെ ഏതൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാവൂ. ഒരു കൊടുങ്കാറ്റ് ഒരു പ്രഭാതം മുഴുവൻ നിലനിൽക്കില്ല. പെട്ടെന്നുള്ള മഴ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാറുമില്ല. എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലും കടന്നുവരും. പ്രതീക്ഷ കൈവിടരുത്. ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം. ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശം ആയിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും. മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചത് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം ഒരുപാട് കടന്നുപോയിരിക്കും. നമ്മുടെ ഇന്നലെകൾ കഴിഞ്ഞു പോയതാണ്. നാളെകൾ എന്താണെന്ന് അറിയില്ല. ഇന്നിൽ ജീവിക്കുക, സ്നേഹം കണ്ടെത്തുക, സമാധാനം കണ്ടെത്തുക. എപ്പോഴും അനുകൂലമായ കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ ജീവിതം സുഗമമാകില്ല. പ്രതികൂല സാഹചര്യത്തിലൂടെയും സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനാകൂ. ഒന്ന് ചിരിച്ചാൽ തീരുന്ന പിണക്കങ്ങളുണ്ട്. ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട്. ഒരു വാക്കിൽ ഒഴിവാക്കുന്ന സങ്കടങ്ങളുണ്ട്. ഇതൊന്നും തിരിച്ചറിയാത്ത മനുഷ്യരുമുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന നിരാശ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിലേക്ക് നയിക്കുന്നതായി തോന്നാം. എന്നാൽ നമ്മുടെ ഉള്ളിൽ അല്പമെങ്കിലും നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം വെളിച്ചത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. തോൽവി അറിയുമ്പോഴാണ് വിജയം ഏറ്റവും മധുരമുള്ളതാകുന്നത്. ബുദ്ധിയുള്ളവർ ആരെയും കുറ്റപ്പെടുത്താതെ തെറ്റിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നു. ശരാശരി ആളുകൾ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്നു. വിഡ്ഢികൾക്ക് എല്ലാത്തിനും ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. സന്തോഷം എന്നത് ആരും വാങ്ങിത്തരുന്ന ഒന്നല്ല, നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അനുഭവത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് പെരുമാറ്റത്തിലൂടെ, സ്നേഹത്തിലൂടെ, കരുണയിലൂടെ അത് നേടിയെടുക്കുക. തിളച്ച വെള്ളത്തിൽ പ്രതിബിംബം കാണാൻ കഴിയാത്തതുപോലെ അസ്വസ്ഥമായ മനസ്സിന് പരിഹാരം കാണാൻ കഴിയില്ല. ശാന്തമായിരിക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കാണാനാകും. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരികയുള്ളൂ. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക. ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധിക സമയം വേണ്ടിവരില്ല. കുടുംബങ്ങളിലായാലും സുഹൃത്ത് ബന്ധങ്ങളിലായാലും എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ തീർച്ചയായും വിജയമുണ്ടാകും. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിന് ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിലെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല. ചിന്തകൾ നന്നായിരിക്കണം. കാരണം കാഴ്ചശക്തിക്ക് ചികിത്സയുണ്ട്. പക്ഷേ കാഴ്ചപ്പാടുകൾക്ക് ചികിത്സയില്ല.